തുറവൂർ താലൂക്ക് ആശുപത്രി ആരോഗ്യരംഗത്തെ മാറ്റത്തെ നേർസാക്ഷ്യമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. പത്ത് വർഷത്തിനിടെ കേരളത്തിന്റെ ആരോഗ്യരംഗത്തുണ്ടായ വൻ കുതിച്ചുചാട്ടത്തിന്റെ മികച്ച ഉദാഹരണമാണ് തുറവൂർ താലൂക്ക് ആശുപത്രിയെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. തുറവൂർ താലൂക്ക് ആശുപത്രി പുതിയ മന്ദിരത്തിന്റെയും ട്രോമ കെയർ സെന്ററിന്റെയും ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അടിസ്ഥാന സൗകര്യമില്ല, ആവശ്യത്തിന് സൗകര്യങ്ങളില്ല, ഒരു ആക്സിഡന്റ് ഉണ്ടാകാതിരിക്കട്ടെ, ദേശീയപാത ആയതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും കേരളത്തിലെ ആരോഗ്യ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അടിസ്ഥാന സൗകര്യം ഒരുക്കുക, ആവശ്യത്തിന് മറ്റ് ക്രമീകരണം ഒരുക്കുക. ഓപ്പറേഷൻ ഉണ്ട് ഒരു സർക്കാർ സംവിധാനം എന്നുള്ളത് നമ്മൾ കാണണം. സൗകര്യമായിട്ട് അല്ലെങ്കിൽ അതുപോലെയായാലും കാർഡില്ല വാർഡുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ട്രോമ കെയർ കാഷ്വാലിറ്റി എന്ന സൗകര്യമുണ്ട്. ഏരിയയാണ്. നിലവിൽ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ പ്രതിദിനം 200-ലധികം ആൻജിയോപ്ലാസ്റ്റികളും 3000-ഓളം ഡയാലിസിസുകളും പൂർണ്ണമായും സൗജന്യമായി നൽകുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അരൂർ MLA ദലീമ ജോജോ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കിഫ്ബി ഫണ്ടിൽ നിന്നും 51.4 കോടി രൂപ വിനിയോഗിച്ചാണ് ബഹുനില മന്ദിരത്തിന്റെയും ട്രോമ കെയർ സെന്ററിന്റെയും നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇവിടുത്തെ നാട്ടുകാരി, ഇവിടെ ജനിച്ചു വളർന്ന ഒരു വ്യക്തിത്വം നിരന്തരം നമ്മൾ ആശുപത്രിയിൽ വരിക പോവുകയും ചെയ്ത കൊച്ചു കാലഘട്ടങ്ങളിലൊക്കെ ഇവിടെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആശുപത്രിയിൽ അസുഖമാകുമ്പോൾ അന്നത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. നമ്മൾ പ്രസംഗത്തിലൂടെ പറയേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് അന്നത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പൊട്ടിപ്പൊളിഞ്ഞ ഒരു ആശുപത്രി ആയിരുന്നു. ഉച്ചവരെ എനിക്ക് തോന്നുന്ന ഡോക്ടേഴ്സ് തന്നെ ഉണ്ടാവാറില്ല. മിഡ് വൈഫാണ് അന്ന് പ്രസവമൊക്കെ എടുക്കുന്ന മിഡ് വൈഫും പിന്നെ എന്തോ ഒരു മരുന്നൊക്കെ നമ്മൾ അന്ന് അതൊക്കെ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. വലിയ മരുന്നൊന്നും വന്നൊന്നും ഇല്ല. നമുക്ക് കിട്ടാൻ ഒരു വഴിയില്ലാത്ത ഒരു ആശുപത്രിയായിരുന്നു. എല്ലാവർക്കും അറിയാലോ, ഇവിടെ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഒരു ചുവന്ന മരുന്ന് നമുക്ക് തരും. അതാണ് എല്ലാത്തിനും കിട്ടുന്ന ആകെയുള്ള മരുന്ന്. എല്ലാ സത്യമല്ല ഞാൻ പറയുന്നത്. ഒരു ചുവന്ന ഒരു കുപ്പിയില് വയറിളക്കം ഉണ്ടെങ്കിലും പനി ഉണ്ടെങ്കിലും ശ്വാസമുട്ടലുണ്ടെങ്കിലും ശ്വാസതടസ്സം ഉണ്ടെങ്കിലും എല്ലാത്തിനും നമുക്ക് കിട്ടുന്ന ഒരു മരുന്ന്, ഒരു ചുവന്ന കുപ്പിയിലൊരു മരുന്ന് കിട്ടും. ആ ചുവന്ന മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് ആശ്വാസമായി. അത് നമ്മൾ ആശ്വസിച്ചു പോയി. ഉച്ച കഴിഞ്ഞ് നമ്മൾ ആരും ഡോക്ടറിനെ പ്രതീക്ഷിക്കുന്നുമില്ല. പിന്നെ ഇവിടെ കിടക്കുന്നത് പട്ടിയും നമ്മുടെ പൂച്ചകളും ആടും ഒക്കെ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ കാണാം. അങ്ങനെയുള്ള ജീവജാലങ്ങൾ മാത്രമായിരുന്നു ഇവിടെ ആശ്രയം.